2050 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായ ഇന്തോനേഷ്യയെ 25 വർഷം കൊണ്ട് ഇന്ത്യ മറികടക്കുമെന്നാണ് റിപ്പോർട്ട്. പ്യൂ റിസർച്ച് സെന്റർ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം 31 കോടിയായി തീരുമെന്നാണ് റിപ്പോർട്ട്. ഇത് ആഗോള മുസ്ലിം ജനസംഖ്യയുടെ ഏകദേശം 11% ആയിരിക്കും. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉയർന്ന ജനസംഖ്യാ നിരക്ക് കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കളെക്കാൾ വേഗത്തിൽ വളരുന്നുവെന്നും പ്രതീക്ഷിക്കുന്നു. അവരുടെ ശരാശരി പ്രായക്കുറവും ഉയർന്ന ജനന നിരക്കും ഇതിന് കാരണമാണ്. ഇന്ത്യയിൽ മുസ്ലിം ജനങ്ങളുടെ 2010 14.4% 2050 ആയതോടെ 18.4% ഉയർന്നുവെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ 2060 ആകുമ്പോഴേക്കും ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 34% വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദു ജനസംഖ്യ വെറും 27% വർദ്ധിക്കുമെന്നാണ് പ്രവചനം. ഇത് ആഗോള ജനസംഖ്യാ വളർച്ച ശരാശരിയേക്കാൾ കുറവായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ലോക ജനസംഖ്യയുടെ 34%, 15% ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും. ലോകത്തിലെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറുമെന്ന് പ്യൂ റിസർച്ച് പ്രവചിക്കുന്നത്. ഇസ്ലാം ക്രിസ്ത്യാനികളെ മറികടക്കുമെന്നും അടുത്ത 35 വർഷത്തിനുള്ളിൽ ആഗോളത്തിൽ മുസ്ലിം ജനസംഖ്യ 70% വർദ്ധിച്ച് 2060 ആകുമ്പോഴേക്കും 3 ബില്യൺ കവിയുമെന്നും പ്യൂ റിസർച്ച് സെന്ററിന്റെ പുതിയ പഠനം പ്രവചിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതത്തെക്കുറിച്ചുള്ള പ്യൂ റിസർച്ച് പഠനത്തെക്കുറിച്ച് നിലവിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന മതം ക്രിസ്തു മതമാണ്. ലോകത്തിലെ 7.3 ബില്യൺ ജനങ്ങളുള്ള 31% ക്രിസ്തു മതമാണ്. 2ാം സ്ഥാനത്ത് ഇസ്ലാം, 3ാം സ്ഥാനത്ത് ഹിന്ദു മതം. എന്നാൽ അടുത്ത 3.5 പതിറ്റാണ്ടുകളിൽ മുസ്ലിം ജനങ്ങളുടെ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആഗോളതലത്തിൽ ഇസ്ലാം പ്രബല വിശ്വാസമായി മാറുമെന്നും റിപ്പോർട്ടിൽ പ്രവചിക്കുന്നത്. പ്യൂ റിസർച്ച് പ്രകാരം നിലവിൽ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം. ഈ പ്രവണത അതിന്റെ മുകളിലേക്കുള്ള വളർച്ച തുടരുകയും 2060 ആകുമ്പോഴേക്കും മുസ്ലിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായി മാറുമെന്നും പറയുന്നു. മുസ്ലിങ്ങളുടെ ആധിപത്യം കുതിച്ചുയർന്നത് 3 പ്രധാന കാരണങ്ങൾ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. യുവജനസംഖ്യ, ഉയർന്ന ജനന നിരക്ക്, മതപരിവർത്തനം. പഠനമനുസരിച്ച് 2060 ആകുമ്പോഴേക്കും ആഗോള ജനസംഖ്യ ഏകദേശം 32% വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം മുസ്ലിം ജനസംഖ്യ 70% വരെ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആഗോള ശരാശരിയുടെ ഇരട്ടിയിലധികവും വരും. പഠനമനുസരിച്ച് മുസ്ലിം ജനസംഖ്യയിലെ കുതിച്ചുചാട്ടത്തിന് കാരണമായ വിവിധ ഘടകങ്ങളുണ്ട്. അതിൽ ചെറുപ്പക്കാരായ ജനസംഖ്യയിലും ഉയർന്ന ജനന നിരക്കും ഉൾപ്പെടുന്നു. ഇത് മതവിഭാഗത്തിൽ ഏറ്റവും ഉയർന്നതാണ്. മുസ്ലിം സ്ത്രീകളുടെ ജനന നിരക്ക് 3.1, ക്രിസ്ത്യൻ സ്ത്രീകളുടെ ജനന നിരക്ക് 2.7 ആണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. വികസ്വര രാജ്യങ്ങളിൽ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ജനന നിരക്ക് വളരെ ഉയർന്നതാണ്. അതേസമയം മരണനിരക്ക് കുറവാണ്. അതിനാൽ അവരുടെ ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കൂടാതെ സബ് സഹാറൻ ആഫ്രിക്ക പോലുള്ള പ്രദേശങ്ങളിൽ 2050 ആകുമ്പോഴേക്കും ഇത് 12% വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. പ്യൂ റിസർച്ച് സെന്റർ 2010 റിപ്പോർട്ടിൽ ലോകത്തിലെ മുസ്ലിം ജനങ്ങളുടെ 34% 15 വയസ്സിന് താഴെയുള്ളവരാണെന്നും 60% 15നും 59നും ഇടയിൽ പ്രായമുള്ളവരാണെന്നും 7% പേർ മാത്രമേ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരായി വെളിപ്പെടുത്തുന്നത്. ഭൂരിഭാഗവും മുസ്ലിങ്ങളും ആഫ്രിക്കയിലും അറബ് മേഖലയിലുമാണ് താമസിക്കുന്നത്. അവിടെ ആഗോള ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും ഉയരത്തിലാണെന്നും പ്രവചിക്കപ്പെടുന്നു.